ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരയ്ക്കും വന്നിട്ടില്ല. ഞാൻ ഒരു ഫോട്ടോ പോലും എൻ്റെ ഇതിൽ ഫേസ്ബുക്കിലോ മറ്റുള്ളവരോട് മറ്റുള്ള ഫോട്ടോ പോലും ഇടാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ല അസത്യമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കൽക്കി, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇമാം മഹദി, ഇത് രണ്ടും ഞാനാണ്. ഇതിനുള്ള സത്യങ്ങൾ, അതിനുള്ള കംപ്ലീറ്റ് ഇത് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ ചാനലിൻ്റെ മുമ്പിൽ വന്ന് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാം. എന്താ കാര്യം? ഇപ്പോൾ ഇത് പറയാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് സത്യം എത്തിക്കാൻ പടച്ചവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. പടച്ചവൻ നേരിട്ട് പറയില്ല, ഓക്കെ. ശിവൻ ഓർ ഈസ, ഇവരാണ് ഈ പ്രപഞ്ചം കൺട്രോൾ ചെയ്യണം, പടച്ചവൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. ഇവർ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്ന നുണയാണോ സത്യമാണോ എന്ന് ഞാൻ അറിയുന്നത് 40 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഈ സത്യം എനിക്ക് തന്നെ അറിയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ശിവനെ കാണാൻ പോയപ്പോൾ ഉള്ള ആളും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഈസാ നബി എൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നപ്പോഴും ആളും അതെൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ മാത്രമാണ് കണ്ടിരിക്കുന്നത്. ഓക്കെ, ഈസാ നബിയെ എന്ന് പറഞ്ഞാൽ മനുഷ്യരൂപത്തിലാണ് വന്നത്. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് എല്ലാം, ഈ ലോക പ്രപഞ്ചത്തിലുള്ള എന്തിനെക്കുറിച്ചും ഏതിനെക്കുറിച്ചും എല്ലാ കാര്യങ്ങളും എനിക്ക് ഈ രണ്ടുപേരും കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ലോകത്തിൽ ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങൾ, അനീതി, പാവങ്ങൾക്ക് നീതി കിട്ടുന്നില്ല. ഞാൻ ഇന്ന് വരേക്കും ഒരു ഫോട്ടോയോ വീഡിയോയോ എൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഇന്ന് വരേക്കും ഇട്ടിട്ടില്ല. എനിക്ക് പബ്ലിസിറ്റിയിൽ വരരുത് എന്നായിരുന്നു എൻ്റെ ഇത്. ഇപ്പം വരാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ പേരും പറഞ്ഞ് പല ആൾക്കാരും വരും. എനിക്ക് ഈ സത്യങ്ങൾ അറിയുന്നത് ഈ കഴിഞ്ഞ റമദാനാണ്. ഞാൻ മുസ്ലിമാണ്. മുസ്ലിമായ എൻ്റെ ദേഹത്ത് കേരളം മുതൽ ഹിമാലയം വരെയുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, മനുഷ്യന് സത്യം അറിയണമെങ്കിൽ തെളിവെവിടെ എന്നേ ചോദിക്കുള്ളൂ. അപ്പം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നത് ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷമാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ, എമർജൻസിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രി ഒരു 12 മണി മുതൽ എല്ലാ ചാനലുകാരെയും വിളിച്ച്, പോലീസുകാരെ അറുതി വിളിച്ച്, 100 എൻ്റെ കോൾ റെക്കോർഡ് ഉണ്ടാവും, അവരുടെ എവിഡൻസ് ഉണ്ടാവും, എല്ലാ ഇതുമുണ്ട്. പിന്നെ എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ മുസ്ലിമാണ്, പക്ഷേ എൻ്റെ ഒരു സൈഡ് എൻ്റെ ദേഷ്യം ശിവൻ, പക്ഷേ സൗമ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ് ഞാൻ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 5 നേരം നമസ്കരിക്കണവർക്കൊന്നും ഈ ഒരു കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഓക്കെ, എനിക്ക് വേണ്ടി നമസ്കരിക്കാൻ പള്ളിയിൽ ആയിരക്കണക്കിന് മലക്കൾ എനിക്ക് വേണ്ടി നമസ്കരിക്കുന്നു. ഞാൻ സത്യത്തെ പ്രകാശിപ്പിക്കാനും അസത്യത്തെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ആളാണ്.
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നത്. എനിക്ക് എമർജൻസി ആയിട്ട് ഈ വീഡിയോ കാണുന്ന ഏത് ചാനലാണ് എനിക്ക് പറയാനുള്ള സത്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാനുള്ള പല കാര്യങ്ങളും ചോദിക്കാനുണ്ടാവും. എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ വരെയും എനിക്ക് കറക്റ്റായിട്ട് പറയാം. എനിക്കറിയാം എന്താണ് സത്യം. ഈ സത്യം നിങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതാണ് എൻ്റെ ചുമതല. ഓക്കെ, താങ്ക് യു.